പുള്ളിക്കാരന്റെ 12 വർഷം നാരദയിൽ പഠിച്ചു, മമ്പത്ത് ചോർന്നിട്ട് ഇപ്പോൾ ഈ മൗലിന്റെ കൂടെ ഇരിക്കുന്നു. നാളെ ഈ സാറ് കേരളയിൽ ചൊവ്വയിലെ തമ്മ ഒന്നിച്ച് യാത്ര ചെയ്യാം. അത് വളരെ സുഖം. എനിക്ക് ഫ്രീ ടിക്കറ്റ് എടുക്കാൻ കിട്ടാറുണ്ട്. നിങ്ങൾ കണ്ട് പോരുമ്പോൾ ചിലടി പരിപാടി വിശേഷം ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഭാഗ്യോ. ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറയും. അപ്പൊ ഞാനത് തമാശക്ക് പറയുകയാണെങ്കിലും വിഷങ്ങൾ കുത്തിവെക്കുന്ന ഒരു പുതിയ കാല പ്രവണത ഉണ്ടായി വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചെങ്ങായിന്റെ സംസാരം കേട്ടപ്പോൾ ഈ ചെങ്ങായിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായിരിക്കും. ഈ ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിഗ്രി എടുത്ത് ഇറങ്ങിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണം ആണ് എന്നൊക്കെ പറഞ്ഞ് ഡിഗ്രി എടുത്ത് ഇറങ്ങിയ ആളുകളൊക്കെ ഉണ്ട്, പ്രധാനികളുണ്ട്. അവരോടൊക്കെ ചോദിക്കുന്നത് ഇവരൊക്കെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, ഒന്നുകൂടി വഹാബി ആവുമത്രേ. വഹാബി ആവുന്നതല്ല, ആയിക്കണം. പിന്നെ ഒരു പുതിയ വിഷം കുത്തി നടക്കാൻ ശ്രമം നടത്തുന്നു. ആരാ? ഈ ചെങ്ങായിനോട് അല്ലെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാറ്, എന്തിനാണോ ഈ സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത്? വഹാബിസത്തിനെ എതിർക്കാനാണ് എന്നുള്ള അവരുടെ ആ സമസ്തയുടെ ബയലൊന്നും എടുത്തു നോക്കുക, പഠിക്കുക. എന്താണ് സുന്നത്ത് ജമാഅത്ത്, എന്താണ് വഹാബിസം, എന്താണ് സലഫിസം? കൂടെ ചേർത്തിരിക്കാൻ പറ്റുന്ന ആളുകളാണ്. എന്തിനാണ് ഇതിന് സമസ്ത ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ചങ്ങാതി ഏത് ലോകത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്? അപ്പൊ ഈ വഹാബികളുമായിട്ടും എല്ലാവരുമായിട്ടും സഹവർത്തിത്വത്തിലൂടെ ഇരിക്കണം, പോകണം എന്നുള്ള ഈ രാഷ്ട്രീയക്കാരുടെ അജണ്ടയാണ് ഈ ഉദവിയുടെ വേഷം മാറിയെന്ന് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് പിന്നാട്ടൊന്നും നോക്കേണ്ടതില്ല. അവിടെ ആശയമില്ല, മതമില്ല, മറ്റുള്ളതൊന്നുമില്ല. എല്ലാവരും ചേർത്ത് പിടിക്കുക, വോട്ട് കിട്ടണം. അപ്പൊ അങ്ങനെ ഈ മൊയ്തേരെ വേഷം ധരിച്ച് ഈ സദസ്സിരിക്കുന്ന ആളുകളെയൊക്കെ ഒരുമാതിരി വിഡിത്തം പറഞ്ഞ് അത് കേട്ട് കൈയടിക്കാനും ചിരിക്കാനും കുറെ എന്താ പറയാ, നമ്മുടെ കണ്ണൂർ ജയരാജന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ലെവലേശവും സമസ്ത എന്തിന് ഉണ്ടാക്കി എന്നതിനെ കുറിച്ച് പോലും ഒരു ചെറിയ ബാലപാഠം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഉദവിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി പ്രസംഗം നടത്തി ഈ രാഷ്ട്രീയ മേലാളന്മാർക്കോ അല്ലെങ്കിൽ വഹാബിസത്തിനു വേണ്ടി വിട്ടുവേല ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രാസംഗികന്മാരെ ഇരുത്തേണ്ടവർക്ക് ഇരുത്താൻ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തയ്യാറാവാത്ത കാലത്തോളം ഇത് ഇങ്ങനെ വഹാബിസത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായിപ്പോകും. നല്ലത് ശ്രദ്ധിച്ചോളി. ഇതിങ്ങനെ കുറെ ആളുകളുണ്ട്. അല്ലെങ്കിലും അന്നത്തെ പണ്ഡിത വര്യന്മാരായിട്ടുള്ള വലിയ മഹത്തുക്കൾ അവർക്കറിയില്ല ഇങ്ങനെ സംസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് അത് വഹാബികളുമായിട്ട് ഒരു നിലക്കും വിവാഹബന്ധമോ മറ്റു ഒരു നിലക്കും അവർക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് മദ്രസയിലെ പാഠപുസ്തകത്തിൽ പോലും പഠിപ്പിക്കുന്നുണ്ട്. സ്വലാം ചൊല്ലുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇത്യാദി കാര്യങ്ങളൊന്നും മഹത്തുക്കളായിട്ട് പണ്ഡിതന്മാർക്കറിയില്ല. ഉദവി വേഷം അണിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ മഹാബിസത്തിനും ഒയിലത്ത് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞ ആ ഹിക്മത്ത് ആർക്കും മനസ്സിലാവില്ലെന്ന് കൈവച്ചാൽ മതി. കുത്തിവെക്കപ്പെടുന്നു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു. ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തിൽ നമ്മൾ വിഘടിച്ചു പോകുന്നു. നാട്ടിനോട് ഇതവണ ചോദിച്ചത് നിങ്ങൾ എന്ത് സുന്യൻ? APക്കാരാണ് സുന്യർ. കാരണം പോലെ 100 സുന്നി മദ്രസ, ഒരു സുന്നി ഉണ്ടാവും. സംസ്ഥാന മദ്രസയിൽ സുന്നി ഉണ്ടാവില്ല. ഹെഡിങ്ങിൽ 100 മദ്രസ ഉണ്ടാവും. അത് നാട്ടിൽ പറഞ്ഞു. അതുകൊണ്ടാണ് അതാണ് എനിക്ക് 110ന്റെ എല്ലാ ഉപയോഗങ്ങളോടും പറയുന്നത്. നാട്ടിൽ പറഞ്ഞു ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്ക് ബ്രാക്കറ്റ് ഇടാറില്ല എന്നാണ്. കണ്ടതാണ് പ്രസവിക്കാനുള്ള സ്ഥലം. അവിടെ പിന്നെ സുന്നി വെച്ചിട്ട് എൽസീഡിന്റെ ആവശ്യമില്ല. മുജാഹിദുകളും എൽസീഡും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തുറന്ന് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരു പൊട്ടത്തര ന്യായീകരണം പണ്ട് മൂസ മൗലവി എന്തോ പറഞ്ഞു. അതായത് ലേബർ റൂമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ സ്ത്രീകളിൽ നിന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ സുന്നികളായ APക്കാരായിട്ടുള്ള ആളുകൾ അതിന് സുന്നിയിൽ എഴുതേണ്ട ആവശ്യമില്ല. സുന്നിയായിട്ട് അങ്ങനെ തെളിയിച്ചാൽ മതി. ഇങ്ങനെ തെളിയിക്കുക. ഇപ്പൊ ഇത് എന്തിനാണ് നിങ്ങൾ ഉദാഹരണം പറഞ്ഞത്? എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന് നൽകി. എന്നിട്ട് പിന്നെ APക്കാരെ കണ്ട് പഠിച്ചോളി എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ AP സുന്നി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ലേബർ റൂമിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രവേശനം എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല എന്ന് നൽകാണല്ലോ നിങ്ങൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറഞ്ഞത് പൊട്ടത്തരല്ലേ? സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സുന്നി എന്ന് പറയുന്ന ആദർശം ഒന്നേ ഉള്ളൂ. അത് പറയാനുള്ളതാണ്. പിതാവ് ഒന്നേ ഉള്ളൂ, അഡ്രസ് ഒന്നേ ഉള്ളൂ, അത് ആശയം ആദർശം ഒന്നേ ഉള്ളൂ. അത് പറയേണ്ടടുത്ത് പറയണം, എഴുതേണ്ടടുത്ത് എഴുതണം. നിങ്ങൾക്കതിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടിക മൂസ മൗലവിയുടെ കഥ കേട്ടിട്ട് പൊട്ടത്തര വർത്താനം പറയുന്നത്. അതുകൊണ്ട് ഇമാതിരി കാര്യമൊന്നും പറഞ്ഞിട്ട് സമൂഹത്തിന്റെ മധ്യ വരണ്ട. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പം ഈ ചങ്ങാനോട് പറയാനുള്ളത്, നിങ്ങളെ അംഗീകരിക്കുന്ന EK വിഭാഗത്തിന്റെ നേതാവ് സത്താർ കൊണ്ടലൂർ എന്ന് പറയുന്നതാണ്. നോക്കാം, ഇവിടെയാണ് നോക്കാം. അതിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ് KM മൗലവി. ഈ KM മൗലവിയാണ് സൗദി രാജാവിന് ഔദ്യോഗികമായിട്ട് കത്തെഴുതിയത്. കേരളത്തിൽ നിന്ന് കുറെ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലി തേടി വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക്. നിങ്ങൾ അവർക്ക് ജോലി കൊടുക്കാൻ പാടില്ല. ഈ മൗലവിന്റെ കൂടെ എന്ത് ബോബൻ മൂളിയും കൽപ്പിച്ചിട്ട് കാര്യമില്ല. സലഫിസത്തെ വെളിപ്പിച്ചെടുക്കാൻ ആരെയും സമ്മതിക്കില്ല. ബോംബൻ മൂളിയും കളി തുടങ്ങിയിട്ടുണ്ട്.
തങ്ങളും മൂല്യരും തങ്ങളും. ഇതുകൊണ്ടൊന്നും സലഫിസത്തെ വെളിപ്പിച്ചെടുക്കാൻ കഴിയില്ല. കേരളത്തിൽ പരമത നിന്ന വഹാബിസത്തിന്റെ പരമത നിന്നക്ക് തുടക്കം കുറിച്ചയാളാണ് കെ എം മൗലവി. ആ കെ എം മൗലവി സഹോദര സമുദായത്തിൽപ്പെട്ടവന് ജോലി കൊടുക്കരുതെന്ന് സൗദി രാജാവിന് കത്തെഴുതിയാളാണ്. കത്തിന്റെ രേഖ ഇന്നും ലഭ്യമാണ്. ആ കെ എം മൗലവിയും പാണക്കാട് PMSA പൂക്കോയത്തങ്ങളും എവിടെ കിടക്കുന്നു? ആ കെ എം മൗലവിയോട് ചേർത്ത് വെക്കാൻ എങ്ങനെ ബാഫക്കി തങ്ങളെയും PMSA പൂക്കോയത്തങ്ങളെയും ചേർത്ത് വെക്കാൻ കഴിയും? അവരെങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്? ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ കണിക പോലും കാണിക്കാതെ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും അന്തസ്സോടുകൂടിയുള്ള വലിയൊരു കാഴ്ചപ്പാട് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആ കാഴ്ചപ്പാട് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആളുകളാണ് മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും. ആലിമീങ്ങളുടെ കൂടെ എവിടെയെങ്കിലും കല്യാണത്തിന് ഒരുമിച്ച് കൂടിയിരുന്നു, എവിടെ മരിച്ചോടത്ത് പോയപ്പോ കണ്ടിരുന്നു, ഏതോ ഹോട്ടലിൽ ചായ പിടിച്ചപ്പോ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കേരളത്തിൽ വഹാബിസത്തെ സലഫിയത്തിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുലമയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും ഉള്ളിടത്തോളം കാലം അനുവദിക്കുന്ന പ്രശ്നമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഉണ്ടാക്കിയത്. അതിനുവേണ്ടി മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഉണ്ടാക്കിയത്. ബിദഈ പ്രസ്ഥാനങ്ങളുടെ അപകടം എന്താണ്? ആ അപകടങ്ങൾ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഉണ്ടാക്കിയത്. ആ ബിദഈ പ്രസ്ഥാനങ്ങളുടെ അപകടത്തിന്റെ ദുരന്ത ഫലം പലപ്പോഴും ലോകം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇത്തരം വിഭാഗങ്ങളുമായിട്ടൊക്കെ ഒരു തുല്യ അകലം പാലിക്കണം എന്ന കാഴ്ചപ്പാട് ഈ സമൂഹത്തിന് മുമ്പിൽ പുലർത്താൻ കാരണം.